തെരളി പ്രസാദം പായസമൊക്കെ ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. നല്ല മധുരമുള്ള പായസമൊക്കെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പലരും തന്നു. അതിൻ്റെ മധുരമൊക്കെ നുകർന്നിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അമ്മയ്ക്ക് ഈ വഴിപാട് സമർപ്പിക്കുക മാത്രമല്ല, അവരത് പങ്കുവെച്ച് കൂടിയാണ്. ആ ഒരു സ്നേഹവും ആ ഒരു സന്തോഷവും പങ്കുവെച്ച് നിന്നാണ് തലസ്ഥാനത്ത് നിന്ന് അവർ മടങ്ങുന്നത്. വീണ്ടും വരുമെന്ന ഉറപ്പോടുകൂടി ഓരോ തവണ പൊങ്കാല ഇടുമ്പോഴും ഇവർക്ക് പറയാനുള്ള ഒരേ വാക്കുള്ള അടുത്ത വർഷവും ഞങ്ങൾ വരും. ഇത് അടുത്ത വർഷത്തേക്കുള്ളൊരു കാത്തിരിപ്പാണ്. ഇപ്പോൾ ഈ പൊങ്കാല അർപ്പിക്കുന്നു, അവർക്ക് പറയാനുള്ളതൊക്കെ അമ്മയുടെ മുമ്പിൽ പറയുന്നു, പറഞ്ഞ് കരയുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥനകൾ അമ്മയ്ക്ക് മുമ്പിൽ അർപ്പിക്കുന്നു. അടുത്ത് അതിനൊരു ഫലപ്രാപ്തി ഉണ്ടാകുമെന്ന് അവർ വിശ്വസിക്കുന്നു. അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇവര് 35 അംഗങ്ങൾ അടങ്ങിയ ഒരു ഗ്രൂപ്പാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അവരാ കുറെ നിങ്ങൾക്ക് ഏത് ജില്ലയിൽ നിന്ന്? കോഴിക്കോട് നിന്ന് വന്നിട്ട് ഞങ്ങൾ ട്രെയിൻ വന്നു, ട്രെയിനിൽ പോവുകയാണ്. ഇന്ന് വൈകിട്ട് മാവേലിക്ക് പോകും. എന്തായി കയ്യിലിരിക്കുന്ന മഞ്ഞമാവിളക്ക് അമ്മയ്ക്ക് അധികം കേട്ടിട്ടില്ല. അത് ഞങ്ങൾക്ക് അമ്മയ്ക്ക് വെക്കുന്നതാണ് മഞ്ഞമാവിളക്ക്. ഞങ്ങൾ അങ്ങോട്ടേക്ക് മാവിളക്ക് വെക്കുന്ന അത്രയും പ്രധാനമാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇത് അരിയും ശർക്കരയും കൂട്ടി നെയ്യും കുഴച്ച് ഉണ്ടാക്കുന്നത്. അയ്യോ എന്തായാലും ആര്യ ഞങ്ങളൊന്ന് കഴിച്ചു നോക്കട്ടെ. ഇത് കേട്ടിട്ടുമില്ല, ആദ്യമായിട്ടാണ് കഴിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആതിരയും അങ്ങനെ പൊങ്കാല നുണയും ഞങ്ങൾ മറ്റ് പ്രതിനിധികളിലേക്ക് കൂടി ഒന്ന് പോയിട്ട് വരാം. അവിടെയുള്ള കാഴ്ചകൾ എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് തമ്പാനൂരിലേക്കൊന്ന് പോകാം. സ്വാന്തന സാജു അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സ്വാന്തന, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആത്മസംതൃപ്തിയോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി ഈ പ്രസാദവുമായി ഇനി വീടണയാനുള്ള ഓട്ടമാണ് ഓരോ ഭക്തന്റെയും. ദിവസങ്ങൾ മുമ്പ് എത്തിയവരുണ്ട്. കഴിഞ്ഞ ദിവസവും ഇന്ന് രാവിലെയുമായിട്ടൊക്കെ പല ദിക്കിൽ നിന്ന്, പല ദേശങ്ങളിൽ നിന്ന്, പല ജില്ലകളിൽ നിന്ന് എത്തിയ ആളുകളാണ്. ഇനി വീട്ടിലേക്ക് പോകാനുള്ള തിരക്കാണ്. KSRTCയും റെയിൽവേയും എല്ലാം പ്രത്യേക സർവീസുകളെല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. ഇനി തിരക്കുകളെല്ലാം വന്ന് നിറയാൻ പോകുന്നത് തമ്പാനൂരിലാണ്, സ്വാന്തനയുള്ള തമ്പാനൂരിലാണ്. അവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് സ്വാന്തന? ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ആത്മസമർപ്പണത്തിന്റെ പൊങ്കാല സമർപ്പണത്തിന്റെ മണിക്കൂറുകൾ പൂർത്തിയായിരിക്കുകയാണ്. ഇത് സൂചിപ്പിച്ചതുപോലെ തന്നെ പൊങ്കാല കലങ്ങളുമായി സുരക്ഷിതമായി വീട്ടിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ഓരോ അമ്മമാരുടെയും മുന്നിലെ ലക്ഷ്യം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. എല്ലാവരും അവരവർ കൊണ്ടുവന്ന കലങ്ങളിൽ, രാവിലെ കലങ്ങളുമായിട്ടാണ് വന്നതെങ്കിൽ ഇപ്പോഴത്തെ പായസവുമായി മനമുരുകി പ്രാർത്ഥിച്ച് അമ്മയോടുള്ള നൈവേദ്യം അമ്മയ്ക്ക് നൽകിയതിന്റെ ബാക്കി പൊങ്കാലകളുമായി അവർ വീട്ടിലേക്ക് പോകുകയാണ്. വേണ്ട സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് കാണാം, അങ്ങോട്ടേക്ക് കാണാം. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് സച്ചിൻ കാണിക്കുന്ന വിഷ്വലിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം എന്തോരം അധികം ബസ്സുകളാണ് ഇവിടെ തമ്പാനൂർ ഭാഗത്ത് നിർത്തിയിട്ടിരിക്കുന്നത്. KSRTC ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് മാത്രം 950-ലധികം സർവീസുകളാണ്. നഗരത്തിനുള്ളിലും ദീർഘദൂര സർവീസുകൾ അടക്കം സർവീസുകൾ ഇവിടെ ഇങ്ങനെ പോകാനുള്ള ബസ്സുകൾ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. ഭക്തർക്ക് എങ്ങോട്ടാണോ കൃത്യമായി പോകേണ്ടത് അവിടെ ആ ഇടങ്ങളിലേക്ക് പോകാനുള്ള ബസ്സുകൾ കൃത്യമായി നോക്കിക്കൊണ്ട് അവർക്ക് പോകാവുന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള സംശയം നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നോ മറ്റോ ഉണ്ടെങ്കിൽ 5 ഇടങ്ങളിലായി തന്നെ കൺട്രോൾ റൂമുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഹെൽപ്പ് ഡെസ്കുകളുണ്ട്. തമ്പാനൂരിലടക്കം ഹെൽപ്പ് ഡെസ്കുകളുണ്ട്. അപ്പോൾ അവിടേക്ക് പോയി ചോദിക്കുകയാണെങ്കിൽ കൃത്യമായി എവിടെയായിരിക്കും അവരുടെ ബസ് സൗകര്യം ഉള്ള കാര്യം അടക്കം പോലീസ് അവർക്ക് വ്യക്തമാക്കി നൽകുന്നതാണ്. അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. അവരുടെ നമുക്ക് രാവിലേക്ക് ഇവിടെ എന്തൊരു തിരക്കായിരുന്നു എന്ന് കാണാം. ഇപ്പോൾ ഇവിടെ ഇതാ കല്ലുകൾ മാത്രമാണ് ഉള്ളത്. അവരുടെ കലങ്ങളും ബാക്കി സാധനങ്ങളും പൊങ്കാലകളും എല്ലാം നൈവേദ്യവും എല്ലാം അവർ കൊണ്ടുപോയിരിക്കുകയാണ്. നമുക്ക് ഈ പൊങ്കാല ഇട്ടിട്ട് പോകുന്നവരോടൊക്കെ ഒന്ന് ചോദിക്കാമെന്ന് തോന്നുന്നു. പൊങ്കാലയൊക്കെ ഇട്ട് പോവുകയാണ്. എവിടെയാ വീട്? തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്? അതെ. ആദ്യമായിട്ടാണോ വരുന്നത്? ഇല്ല. എവിടുന്നാ വരുന്നത്? കുഴിപ്പറയുന്നു. തമിഴ്നാട്. തമിഴ്നാട് ബോർഡർ. അങ്ങോട്ടേക്ക് ബസ്സിലാണോ? അല്ല, ട്രെയിനിൽ പോകും. എങ്ങനെയാ പോകുന്നത്? സൂപ്പറായിരുന്നു പൊങ്കാല. സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. അടുത്ത വർഷം വരുമോ? പിന്നെ എല്ലാ വർഷം കൊച്ചിയിലേ ഞാൻ പൊടിയിലേ വന്നോണ്ടിരുന്നത്. എവിടെയാ വീട്? എവിടെയാ? തമിഴ്നാട്. ഇവരെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആളുകളാണ്. അവരൊക്കെ കുഴിത്തുറ ഭാഗത്ത് നിന്ന് വന്ന ആളുകളാണെന്നാണ് പറഞ്ഞത്. അവരൊക്കെ പൊങ്കാലകളുമായി പോകാൻ വേണ്ടി ട്രെയിൻ കാത്ത റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ആളുകളാണ്. ഇവിടെ കുറച്ച് പേര് മാറി നിൽക്കുന്നുണ്ട്. പോകുന്നില്ലേ? തിരക്കൊന്നുമില്ലേ? പോകുന്നുണ്ട്. വണ്ടി വരാൻ വെയിറ്റ് ചെയ്യാണ്. വേറെ വാഹനത്തിലാണോ? അതെ. എവിടെ നിന്നാ വന്നത്? എറണാകുളം. പൊങ്കാല ആദ്യമായിട്ടായിരുന്നു ഇടുന്നത്? അല്ലല്ല, നേരത്തെ വന്നിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് പേര് ഒന്നിച്ചാണ് വന്നത്? അതെ. അടിപൊളിയായി നടന്നു. നന്നായിട്ട്. പോകാനുള്ള കാത്തിരിപ്പാണല്ലേ? അടുത്ത വർഷം വരണമേ എന്നുള്ളൊരു പ്രാർത്ഥന തന്നെയാണോ? ടിവിയിൽ വരും. ഞങ്ങൾ റിപ്പീറ്റിന്ന് വരുന്നതാണ്. ഞങ്ങൾ മുളന്തുരുത്തി, അരൂര്,
പല സ്ഥലത്തു നിന്നും വരുവാണ്. ഞങ്ങളെല്ലാവരും റിലേറ്റീവ്സ് ആണ്. വീട്ടിൽ വിളിച്ച് പറഞ്ഞു. അപ്പൊ നമ്മളെ ലൈവിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലായിടത്തും TV ഒക്കെ കാണാൻ പറ. റിപ്പോർട്ടർ ചാനൽ വെച്ച് നോക്കാം. പറയാം ഇപ്പൊ തന്നെ പറയാം. അടുത്ത വർഷം വരും. 15 വർഷമായി ഞാൻ വരുന്നത്. മുടങ്ങാതെ വരും. ഉണ്ടാക്കി പിന്നെ പായസം തെരളി പായസവും തെരളിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മുടങ്ങാതെ വരുന്ന ആളുകളാണ്. ഇവരും പല ഇടത്തു നിന്ന് വരുന്നവരാണ്. അവർ സ്വകാര്യ വാഹനത്തിൽ വന്നതുകൊണ്ട് ആ വാഹനം വരുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളാണ്. നമുക്ക് ഇങ്ങോട്ടേക്കൊക്കെ നോക്കുകയാണെങ്കിൽ കാണാം, ആളുകളൊക്കെ ഇനി പോകാനുള്ള ഒരു തിരക്കിലാണ്. അവരുടെ പൊങ്കാലക്കലങ്ങളും തലയിൽ എന്തിക്കൊണ്ട് എല്ലാവരും കൃത്യമായ ബസ്സൊക്കെ പിടിച്ച് പോകാനുള്ള ഒരു ഓട്ടത്തിലാണ്. എങ്ങോട്ടേക്കാ? കൊല്ലം തലയിൽ കെട്ടൊക്കെ ആയിട്ട് ഓടി. എങ്ങനെ വന്നത്? ഇന്നലെ വന്നു. കൂടെ വന്നാരും പോയി 6:30 വന്നു. 26 വർഷം കൊണ്ട് വരുവാണെന്നാണ് പറഞ്ഞത്. എൻ്റെ മോൻ 25 വയസ്സായി. 26 വർഷം കൊണ്ട് വരുവാണ്. മോൻ 25 വയസ്സായി. അപ്പൊ ട്രെയിനിലാണ് പോകുന്നത്. കൊല്ലംകാരിയാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓട്ടത്തിൽ തന്നെയാണ് ഉള്ളത്. 26 വർഷമായി 30 വർഷമായിട്ടൊക്കെ അവിടെ എത്തി ഓരോ വർഷവും പൊങ്കാല സമർപ്പിക്കുന്ന എത്രയോ ഭക്തജന ലക്ഷങ്ങളെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ എല്ലാവരും പ്രസാദവുമായി വീട്ടിലേക്ക് ഉള്ള ഓട്ടപ്പാച്ചിലാണ്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അധികൃതരുടെ ഭാഗത്തു നിന്നും സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് അശ്വിൻ ഡിയേഗോയിലൊക്കെ കൂടി ഒന്ന് പോകാം. അശ്വിൻ, അവിടെ KSRTCയുടെ ബസ്സുകളെല്ലാം തയ്യാറായിട്ടുണ്ട്. ഇന്ന് പ്രത്യേക സർവീസുകൾ ഒരുപാടുണ്ട്. ഈ ഓരോ മേഖലയിലേക്കുമുള്ള സർവീസുകൾ ഏത് തരത്തിലാണ്, ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് സജ്ജമാക്കിയിട്ടുള്ളത്, എവിടേക്കാണ് ഈ ബസ്സുകൾ കാത്തു നിൽക്കുന്നത്, എങ്ങനെ ഭക്തർക്ക് കൃത്യമായി അവരുടെ നാട്ടിലേക്കുള്ള ബസ്സുകളൊക്കെ കണ്ടുപിടിക്കാൻ